ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ എന്ന നൊയമ്പ് കാല വിചിന്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ അടുത്തിരിക്കുന്ന ഈ സമയത്ത് കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നൊയമ്പ് കാലത്തിലൂടെ ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കുരിശിൻ്റെ വഴിയിലെ ഓരോ സ്ഥലവും നമുക്ക് ധ്യാനിക്കാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ ഒന്നാമത്തെ സ്ഥലം ഈശോ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പല കുരിശുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളതെല്ലാം എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നിരപരാധിയായ നിഷ്കളങ്കനായ കർത്താവിനെ കുരിശിൽ തറച്ചു അല്ലെങ്കിൽ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു എന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ പലരും ഒരുപക്ഷെ ചെയ്യാത്ത കുറ്റത്തിനോ ചെയ്യാത്ത കാര്യത്തിനോ വിധിക്കുമ്പോൾ അതെല്ലാം ഈശോയുടെ ആ കുരിശിലേക്ക് കൊടുത്തുകൊണ്ട് പീലാത്തോസിൻ്റെ മുന്നിൽ ഈശോ നിന്നതുപോലെ നിശബ്ദനായി എല്ലാം സഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മളെ വിധിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിതൻ്റെ പാതയിലൂടെ നമുക്ക് പോകാം. ക്രൂശിതൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.